കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്ന് നമ്മൾ ഭഗവാന്റെ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഭഗവാനും പൂന്താനം നമ്പൂതിരിപ്പാടും തമ്മിലുള്ള ഒരു വലിയ ഭക്തി നിറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഭഗവാനെ ഒരു ദിവസം പൂന്താനം നമ്പൂതിരിപ്പാട് വളരെ വിഷമസ്ഥനായിട്ട് രാത്രി സമയം ജനാല വഴി ചന്ദ്രനെ നോക്കിയിരിക്കുകയാണ്. വളരെയേറെ വിഷമമുണ്ട്, മനോദുഃഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ അരികിൽ ചെന്ന് ആ കയ്യുടെ ചുമലിൽ ചെന്ന് ഒന്ന് സ്പർശിച്ചു. പൂന്താനം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കരുണാമയനായിരിക്കുന്ന ആ മന്ദസ്മിതം തൂകി നിൽക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പനെയാണ് കാണുന്നത്. ഭഗവാനെ പൂന്താനം നിറകണ്ണുകളോടെ സന്തോഷത്തോടെ കൈകൂപ്പി സാഷ്ടാംഗം നമിക്കുകയാണ് ഭഗവാനെ. അത് കഴിഞ്ഞ് ഭഗവാനെ കോരിയെടുത്തു. കണ്ണാ കണ്ണാ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കണ്ണനെ മാറോട് ചേർത്തുകൊണ്ട് ആ നെൽപ്പത്തൂർ നമ്പൂതിരിപ്പാട് ഉറക്കെ നാമം ജപിക്കുവാൻ തുടങ്ങി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സാക്ഷാൽ പൊന്നു ഭഗവാൻ നമ്പൂതിരിപ്പാടിനോട് ചോദിച്ചു, ഇന്ന് അത്താഴം ഒന്നും കഴിക്കണ്ടേ? അത്താഴം ഒന്നും ഇതുവരെ കഴിച്ചില്ലല്ലോ, എനിക്കും കഴിക്കണം. തിരുമേനി അത്താഴം കഴിക്കാതെ എനിക്കിന്ന് നിവേദ്യം വേണ്ട, അതുകൊണ്ട് അത്താഴത്തിന് എനിക്കും വേണം, തിരുമേനിയുടെ ഒപ്പമാണ് ഞാനും കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനിക്കുണ്ടായിരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ വിഷാദങ്ങളും കണ്ണനെ കണ്ടതോടുകൂടി മാറി. ഒന്നും പറയാനില്ല. നമ്മൾ ഭക്തരായിരിക്കുന്നവരൊക്കെ ഗുരുവായൂരമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനോട് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് പോകുമല്ലോ. അവിടെ ചെന്നിട്ട് ആ വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ കാരുണ്യമൂർത്തീഭാവമായിരിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനെ കാണുമ്പോൾ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ആ പുഞ്ചിരിയിലെല്ലാം പോയില്ലേ എന്നത്